ഹലോ. അപ്പോഴേ നമ്മുടെ വീട്ടിലേക്ക് പുതിയ രണ്ട് കുഞ്ഞ് അതിഥികളും കൂടെ വന്നിട്ടുണ്ടേ. നമ്മുടെ പിങ്കി പ്രസവിച്ചായിരുന്നേ. ഇന്നിപ്പം 4 ദിവസമായിട്ടുണ്ട് കേട്ടോ പിങ്കി പ്രസവിച്ചിട്ട്. അപ്പം ഇന്ന് കൂട്ടിനകത്ത് തന്നെ ഇട്ട് തീറ്റ കൊടുത്തേക്കുന്നതുകൊണ്ട് പിങ്കിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ഒരു അരിശമൊക്കെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിച്ചു വിട്ട് നടന്ന് തിന്ന് വളർന്നത് കൊണ്ട് പിങ്കിക്ക് പിള്ളേരുണ്ടായതിനു ശേഷം നമ്മളങ്ങ് അഴിച്ചു വിടുന്നില്ലല്ലോ. അതുകൊണ്ട് പിള്ളേരോടും ദേഷ്യം, ഞങ്ങളോടും ദേഷ്യം, എല്ലാവരോടും മൊത്തത്തിൽ ദേഷ്യം പിങ്കിക്ക്. അതുകൊണ്ട് പിള്ളേർക്ക് പാലും കൊടുക്കത്തില്ല, ഒരു ഇതില്ല, ഒരു അനുസരണമൊന്നും ഇല്ല പുള്ളിക്കാരിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പം നാല് ദിവസം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ പറമ്പിൽ എവിടെയെങ്കിലും തന്നെ കാണുന്ന രീതിയിൽ അഴിച്ചുവിട്ട് തീറ്റിക്കാന്ന് വിചാരിച്ചേ. ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ചു പോയി. കാരണം കൂടിനകത്ത് തന്നെ ഇട്ട് തീറ്റ കൊടുത്തേക്കുന്നുണ്ട്, ആൾക്ക് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് ക്ഷീണിച്ചും പോയി. പിന്നെ ഇത് കണ്ടോ, കൂട്ടി ഇന്ന് ഇട്ട് തീറ്റ കൊടുത്തിട്ട് കൂടും അങ്ങ് വൃത്തികേടായി. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കണം. അപ്പോൾ എന്നാ പറഞ്ഞേ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ പിങ്കി പെണ്ണ് ഗർഭിണിയാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ശരിക്കും മനസ്സിലായത് പ്രസവിക്കുന്നതിന് 1 മാസം മുമ്പാട്ടോ പിങ്കി ഗർഭിണിയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം വയറ് ചെറുതായിട്ടൊക്കെ ഒന്ന് അനക്കമൊക്കെ തുടങ്ങിയപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം സാധാ ഒരു നോർമൽ വയറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓർത്ത് തീറ്റയും വെള്ളമൊക്കെ കുടിച്ച് വീർത്തിരിക്കുന്നതായിരിക്കും ഓർത്തെ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ അത് അങ്ങനെ മനസ്സിലാകാണ്ട് പോയതിൻ്റെ കാരണം നമുക്ക് കുറേ ആടുകളുണ്ടായിരുന്നു. അപ്പോൾ അതുങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തായിരുന്നു. പിങ്കിക്ക് ആദ്യത്തെ പ്രസവത്തിൽ 2 ആൺപിള്ളേരായിരുന്നു, അവന്മാരെ ഞങ്ങൾ കൊടുത്തു. പിന്നെ പിങ്കിയും നമുക്കൊരു മുട്ടനുമായിരുന്നു ഉണ്ടായിരുന്നതേ. അപ്പോൾ മുട്ടന് ഒരു 5 മാസം മുമ്പ് മരിച്ചു പോയി കേട്ടോ, ചത്തുപോയി. എങ്ങനെയാണോ എന്തോ നമുക്കൊന്നും അറിയത്തൊന്നുമില്ല. ഒരു ദിവസം പെട്ടെന്ന് അവൻ ഇങ്ങനെ മുറ്റത്തോട്ട് വന്ന് നമ്മുടെ അടുത്തുനിന്ന്, അങ്ങനെ നമ്മുടെ അടുത്തൊന്നും വരത്തില്ലാത്ത അവൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ ചേർന്ന് നിൽക്കുമോ, ഭയങ്കര ഒരു പരവേശമൊക്കെ കാണിച്ചു. അങ്ങനെ ഞങ്ങൾ എന്നാ നോക്കിയിട്ടൊന്നും മനസ്സിലായിരുന്നു. അപ്പം പിന്നെ എന്തോ പന്തികേട് തോന്നി ഞങ്ങൾ കുറേ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത്. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലായിരുന്നല്ലോ. അപ്പം ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. എല്ലാം കൊടുത്തിട്ടൊന്നും ഒരു രക്ഷയൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. അങ്ങനെ രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും മുറ്റത്ത് ചത്ത് കിടക്കുമായിരുന്നേ. അപ്പം ഞങ്ങൾ കുഴിച്ചിടാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും വയറിൻ്റെ അടിഭാഗം കരിനീല കളറിൽ ഇരിക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് തോന്നി ഇനിയിപ്പോൾ വല്ല പാമ്പ് വല്ലതും കടിച്ചതോ അല്ലെങ്കിൽ വല്ല വിഷപ്പുല്ലൊക്കെ തിന്നതായിരിക്കും എന്ന് ഓർത്തിട്ട് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. എങ്ങനെ സംഭവിച്ചതെന്നൊന്നും നമുക്കൊന്നും അറിയത്തില്ല. അപ്പം എന്തായാലും നമ്മുടെ മുട്ടൻ ചത്തുപോയി. അപ്പം അതുകൊണ്ട് പിങ്കിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വലിയ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് പിങ്കി പ്രസവിച്ചതും എല്ലാം പെട്ടെന്നായിരുന്നു. ഇനിയിപ്പം ഞാൻ ഇത് മുറ്റത്തോട്ടങ്ങ് ഇറക്കി വിട്ട് തീറ്റിക്കാന്ന് വിചാരിച്ചാൽ ഇനിയിപ്പം കുഞ്ഞുങ്ങൾ പാലും കൂടി കുടിക്കുന്നതുകൊണ്ട് അവിടെ ഒരുപാട് അങ്ങ് ക്ഷീണിച്ചു പോകും. പിള്ളേർക്ക് അങ്ങനെ പാലൊന്നും കൊടുക്കത്തില്ല, ഈ ദേഷ്യം കൊണ്ടാണെന്ന് വിചാരിക്കുന്നേ. അപ്പോൾ ഇതിൻ്റെ അമ്മയുടെ പുറകിന് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. ഞാൻ പിടിച്ച് കയറ്റി കൂട്ടിനകത്ത് കയറ്റി അടച്ചിട്ടേക്കോ ചാടിപ്പോകാണ്ടേ. എന്നാന്ന് വെച്ച് കഴിഞ്ഞാലേ നമ്മൾ ഇതുവഴി ഒരു ഉടുമ്പ് ചുറ്റി തിരിഞ്ഞ് നടക്കുന്നുണ്ട്, അതുപോലെ കുറേ പട്ടികളും ഒക്കെ ഉണ്ട്. അപ്പം അതുങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, പെട്ടെന്നെങ്ങാനും പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അറിയത്തുമില്ല. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഒരു പൂമരം പൂത്ത് നിൽക്കുന്നത് കാണാൻ നല്ല രസമില്ലേ.